പപ്പടം കൊണ്ട് ഇതുപോലൊരു കറി ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും ട്രൈ ചെയ്യേണ്ട ഒരു ഐറ്റം കേട്ടോ ഇത്. മസ്റ്റ് ട്രൈ ഐറ്റം എന്നൊക്കെ പറയില്ലേ, അതുപോലൊരു കറി കേട്ടോ ഇത്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ കറി എളുപ്പത്തിൽ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കണ്ടു നോക്കിയാലും. അതിനു മുന്നേ ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടോടെ ചെയ്തേക്കണേ. കൂടെ കാണുന്ന ആ ബെൽ ബട്ടണിലെ ഓള തന്നെ മറക്കാതെ ഒന്ന് അമർത്തിയേക്കണേ. അപ്പോൾ ഇത്രയും ടേസ്റ്റി ആയിട്ടുള്ള ഈ കറി എളുപ്പത്തിൽ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് ഒന്ന് കണ്ടു നോക്കിയാലോ. ഈ കറി ഒന്ന് ഉണ്ടാക്കാനായി ആദ്യമേ തന്നെ കുറച്ച് പപ്പടം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാനുണ്ട് കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഒരു പാൻ ഒന്ന് അടുപ്പത്തേക്ക് വെച്ച് അതിലേക്ക് പപ്പടം പൊരിച്ചെടുക്കാനുള്ള ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇനി നമ്മൾ ഇതിനകത്ത് തന്നെയാണ് കറി ഉണ്ടാക്കുന്നത്, അപ്പോൾ അതിനനുസരിച്ചുള്ള പാത്രം നോക്കി എടുക്കണം കേട്ടോ. അതെ, പപ്പടം ഇതുപോലെ രണ്ടായിട്ടൊന്ന് കട്ട് ചെയ്തിട്ടാണ് കേട്ടോ ഞാൻ ഫ്രൈ ചെയ്തെടുക്കുന്നത്. ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക. പപ്പടം എല്ലാം ഒന്ന് ഫ്രൈ ചെയ്ത് അങ്ങോട്ടങ്ങ് മാറ്റി വെക്കാം കേട്ടോ. ഞാനിപ്പോൾ പപ്പടമൊക്കെ ഒന്ന് ഫ്രൈ ചെയ്ത് മാറ്റിയിട്ടുണ്ട് കേട്ടോ. ഇനി അതേ എണ്ണയിലേക്ക് തന്നെ ഒരു 2 സവാള പൊടിയായിട്ട് അരിഞ്ഞതും 1 ടീസ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളിയും പൊടിയായി അരിഞ്ഞതും കൂടെ ചേർത്ത് ഒന്നങ്ങ് വഴറ്റിയെടുക്കാം കേട്ടോ. പിന്നെ പപ്പടം പൊരിച്ച എണ്ണ ഒരുപാട് ബാലൻസ് ഉണ്ടെങ്കിൽ കുറച്ചങ്ങ് മാറ്റി വെക്കണം കേട്ടോ. ഇതിന് നമുക്കൊരു 1.5 ടേബിൾ സ്പൂണൊക്കെ വെളിച്ചെണ്ണ മതിയാവും കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ട് അങ്ങ് വഴറ്റിയെടുക്കാം. അത്യാവശ്യം ഒരു ബ്രൗൺ കളറിലൊക്കെ എത്തണം കേട്ടോ, അതുവരെയും വഴറ്റിയെടുക്കണം. കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് ഒന്നങ്ങ് വഴറ്റിയെടുക്കാം. അപ്പോൾ പെട്ടെന്നായി കിട്ടും കേട്ടോ. അതുകൊണ്ട് ഇപ്പോൾ ഇതൊക്കെ ഒന്ന് വഴണ്ട് വന്നിട്ടുണ്ട്. സവാളയൊക്കെ അത്യാവശ്യം ഒരു ബ്രൗൺ കളറിലോട്ടൊക്കെ എത്തിയിട്ടുണ്ട്. ഈ ഭാഗം വരെ മതിയാവും കേട്ടോ. ഇനി ഇതിലേക്ക് 1 തക്കാളി ഇതുപോലെ ഒന്ന് അരിഞ്ഞെടുത്തതങ്ങ് ചേർത്ത് കൊടുക്കുക. അതും ചേർത്ത് തക്കാളിയുടെ പച്ചമണം മാറുന്നവരെയും നന്നായിട്ടങ്ങ് വഴറ്റിയെടുക്കണം കേട്ടോ. പെട്ടെന്ന് തന്നെ ആയി കിട്ടും. എല്ലാം നമ്മൾ പൊടിയായിട്ട് അരിഞ്ഞതുകൊണ്ട് തന്നെ പെട്ടെന്ന് ആയി കിട്ടും കേട്ടോ. ഇതിപ്പോൾ ഒന്ന് ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ മുളക് പൊടിയും 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും 1/2 ടീസ്പൂൺ ഗരം മസാലയും കൂടെ ചേർത്ത് അതിനെ പച്ചമണം മാറുന്നവരെ വീണ്ടും നന്നായി അങ്ങ് വഴറ്റിയെടുക്കാം കേട്ടോ. 1 മിനിറ്റൊക്കെ ഒന്ന് വഴറ്റിയാൽ മതിയാവും. ഇപ്പം നടപ്പൊടികളുടെ പച്ചമണമൊക്കെ ഒന്ന് മാറി ആ എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞു വന്നിട്ടുണ്ട്. ഇതുവരെ മതിയാവും കേട്ടോ. ഇനി നമുക്കിതിലേക്ക് ഞാനിവിടെ 1 നെല്ലിക്ക സൈസ് വലിപ്പത്തിനുള്ള പുളി എടുത്ത് വെള്ളത്തിലിട്ട് ഒന്ന് അതിന്റെ നീരെടുത്തതാട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അതും കൂടെ ഒന്നങ്ങ് ചേർത്ത് കൊടുക്കാം. വീണ്ടും ഒന്നങ്ങ് മിക്സാക്കി എടുക്കാം കേട്ടോ. ഇതിപ്പോ ഒന്ന് മിക്സാക്കി എടുത്തതിന് ശേഷം വീണ്ടും ഇതിലേക്ക് 1 കപ്പ് വെള്ളം കൂടെ ഒന്നങ്ങ് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. വീണ്ടും അതും ഒന്നങ്ങ് മിക്സാക്കി എടുക്കാം. ഈ സമയം നമുക്ക് ഇതിലേക്ക് നോക്കിയിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഉപ്പ് ചേർത്താൽ മതിയാവും. കാര്യം പപ്പടത്തിലൊക്കെ കുറച്ച് ഉപ്പുള്ളതായിരിക്കും. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ലാസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് തിളച്ച് കഴിയുമ്പോഴേക്കും ഇതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചേക്കുന്ന പപ്പടമെല്ലാം അങ്ങോട്ട് അങ്ങ് ഇട്ട് കൊടുക്കാം കേട്ടോ. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാട്ടോ ഇത്. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു കറിയാട്ടോ. അപ്പം ഈ പപ്പടം എല്ലാം നമുക്ക് അങ്ങോട്ടങ്ങ് ഇട്ട് കൊടുക്കാം. വീണ്ടും ഇത് ചെറുതായിട്ടൊന്നങ്ങ് മിക്സാക്കി എടുക്കാം കേട്ടോ. ഇതെല്ലാം ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം ഇതിലേക്ക് ഒരു 1/2 കപ്പ് തേങ്ങാപ്പാലും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ശരിക്കും ഈ തേങ്ങാപ്പാൽ ആഡ് ചെയ്യുമ്പോഴാട്ടോ ഈ കറിക്ക് അത്രയധികം ടേസ്റ്റ് ഉണ്ടാവുന്നത്. ശരിക്കും നല്ല അടിപൊളി ഒരു കറിയാട്ടോ ഇത്. ചോറിൻ്റെ കൂടെ മാത്രമല്ല ചപ്പാത്തിയുടെ കൂടെ ഒക്കെ കഴിക്കാൻ നല്ല അടിപൊളി കോമ്പിനേഷൻ ആട്ടോ. അപ്പോൾ ഇതൊന്ന് മിക്സ് ആക്കിയതിന് ശേഷം നമുക്ക് അടച്ചു വെച്ച് ഒരു 5 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം കേട്ടോ. അപ്പോഴേക്കും കറി സെറ്റായിട്ടുണ്ടാവും. അതുകൊണ്ട് ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് എണ്ണയൊക്കെ തെളിഞ്ഞ് നല്ല സൂപ്പറായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ കറി. അപ്പോൾ ഇനി ഇതിലേക്ക് കുറച്ച് ശർക്കരയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ആ എരിവും പുളിയൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് വീണ്ടും കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് ചെറുതായിട്ടൊന്നങ്ങ് മിക്സാക്കി കൊടുക്കാം. ആ ശർക്കരയൊക്കെ ഒന്ന് അലിഞ്ഞ് വരാൻ വേണ്ടി മാത്രം. അങ്ങനെ നമ്മുടെ കറി ഇവിടെ സൂപ്പറായിട്ട് സെറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇത് ചോറിൻ്റെ കൂടെ മാത്രമല്ല കേട്ടോ, ചപ്പാത്തിയുടെ കൂടെയൊക്കെ കഴിക്കാൻ സൂപ്പർ കോമ്പിനേഷനാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്ക് മറക്കാതെ ഒന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക കേട്ടോ. അപ്പോൾ ഇനിയും ഒരു ടേസ്റ്റി റെസിപ്പിയുമായി വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.